ജിസ് ജോയുടെ സംവിധാനത്തിൽ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി വരുന്ന തലവൻ റിലീസായിരിക്കുകയാണ്. ബിജു മേനോൻ, ആസിഫ് അലി ഇവരുടെ കോംബോ തന്നെയാണ് ചിത്രത്തിന് നല്ലൊരു ഹൈപ്പ് നൽകിയിരുന്നത്. ആ പ്രതീക്ഷിച്ച ഹൈപ്പിനൊത്ത് ചിത്രമുണ്ടോ എന്ന് പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ നമുക്ക് ചോദിച്ചറിയാം. നല്ല പടം, സൂപ്പർ, നല്ല സൂപ്പർ സൂപ്പർ പടം, സൂപ്പർ പടം, നല്ല പടം, ബിജു മേനോൻ സൂപ്പർ, നല്ല പടം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. നല്ല ത്രില്ലറാണ്. ഇപ്പൊ പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല പടം, നല്ല പടം, എല്ലാരും കൊള്ളാം, എല്ലാരും കൊള്ളാം, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല പടം, നല്ല പടം, എല്ലാം ഉണ്ട്, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല BGM, അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. കൊള്ളാം പടം, നല്ല പടം, നല്ല പടം. മൊത്തത്തിൽ ഓക്കെയാണ്, പടം ഓക്കെയാണ്, ക്ലൈമാക്സ് എല്ലാം ഓക്കെയാണ്. ബിജു മേനോനും ആസിഫ് അലിയും പൊളിച്ച് വീണ്ടും വർക്കൗട്ടായി. കൊള്ളാം, നല്ല പടം. ജിസ്റ്റോയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല പടം, ത്രില്ലർ പടം കിടിലമാണ്, നൈസ് പടമാണ്. ആസിഫ് അലിയും ബിജു മേനോൻ കോംബോ ഇത്തവണയും അടിപൊളിയായിട്ടുണ്ട് ഫുള്ള് പടത്തിൽ. പിന്നെ ലാസ്റ്റ് വരെ ഒരു ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് പടം പോകുന്നത്. മൊത്തത്തിൽ നൈസാണ്, എല്ലാം നൈസായിട്ടുണ്ട്. BGM എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ജിസ്റ്റോയുടെ ഡയറക്ഷനും കൊള്ളാം. ഫീൽ ഗുഡ് മാത്രമല്ല, പുള്ളിക്ക് ത്രില്ലറും പറ്റുമെന്നൊന്നും കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, അടിപൊളി പടം. നല്ല പടമാണ്. കൊള്ളാം, അവരെ ആക്ടിങ്ങും കാസ്റ്റിംഗ് ഒക്കെ പക്ക ആയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടോണ്ടിരിക്കുക. വർക്കൗട്ട് ആയിട്ടുണ്ട്. ബിജു മേനോന്റെ അല്ലേ, ഇത് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഫാമിലി പടം തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ട്വിസ്റ്റ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിചാരിച്ച ഒരു വില്ലന്റെ അത്ര ഒരു ഇത് നമുക്ക് കിട്ടിയില്ല, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടം, കണ്ടിരിക്കാൻ പറ്റിയ പടം, നല്ല സൂപ്പറായിരുന്നു. നല്ല പടം, ബോറടിക്കത്തില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. രണ്ടും കുഴപ്പമില്ല, രണ്ട് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, ബോറടിപ്പില്ല, ഓക്കെ പടം, ലാഗൊന്നുമില്ല. കൊള്ളാം, നല്ല ഡയറക്ഷൻ, കൊള്ളാം. രണ്ടുപേരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്, ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എപ്പോഴും നമ്മളിങ്ങനെ അടുത്തെന്താണ് ഇങ്ങനെ ഇതായിട്ട് ത്രില്ലിംഗ് ആയിട്ടിരിക്കും. നല്ലൊരു മെസ്സേജാണ് പടം തന്നിരിക്കുന്നത്. അതായത് ക്രൈം ത്രില്ലറാണ്. ക്രൈം ത്രില്ലർ സൂപ്പർ. ദൃശ്യം പോലെ ഒരു മൂവിയാണ്. ദിനേശ് ബോത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ബോയ് ആണ്. അയാൾ ഉണ്ടെങ്കിൽ പടം കിടുകയായിരിക്കും. പിന്നെ ബിജു മേനോൻ, ആസിഫ് അലിക, ഇവർ തമ്മിലുള്ളൊരു കോംബോ സൂപ്പർ. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, കാണാൻ പറ്റിയ പടം തന്നെ. പുതിയൊരു വരവ് തന്നെ ആസിഫ് അലി പറയാതിരിക്കും. ബിജു മേനോൻ അത്യാവശ്യം നല്ല വൃത്തിയായിരുന്നു ചോദിച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ കിട്ടുക പടം ഓക്കെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു കേസന്വേഷണമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥ. ആ കേസന്വേഷണത്തിൽ എന്തൊക്കെ വരുന്നു, ഇപ്പോൾ ഒരു കേസന്വേഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലീസ് ചോദിക്കുന്നത് ആര് എന്നുള്ളതിനേക്കാളുപരി എന്തിന് എന്നുള്ളതാണ്. ഏതൊരു കേസന്വേഷണത്തിൽ മോട്ടീവ് എന്താണ്, അതാണ്. അപ്പം ഈ ഒരു കേസന്വേഷണത്തിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. അപ്പം ഇപ്പോൾ SH ആയിരിക്കുന്ന ഒരു CI, അതേ അവിടെ തന്നെ ഒരു SI, രണ്ടുപേരും ഭയങ്കര സ്റ്റബേണായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ജീവിതകാലത്തിൽ തൻ്റെ കേസന്വേഷണ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പം നമ്മൾ സഫാരി TV ചരിത്രമെന്നിലൂടെയൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അത്ര കണക്റ്റ് ആവാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ ഒരു കേസന്വേഷണത്തിൻ്റെ ആ ഒരു നാൾവഴികൾ സൂചിപ്പിച്ച് പറയുന്നത് പോകുന്നതാണ്. പിന്നെ ഇത് കുറേ ഒരു ലൂസ് സ്പോട്ട്സ് ഉണ്ട് ഇതിനിടയ്ക്ക്. കുറച്ച് ലോജിക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ലാതെ ഇരിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു ട്രെൻഡ് ഈ സിനിമയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇറങ്ങിയ സിനിമയിൽ അതുണ്ടായിരുന്നു. ആ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അവസാനം വരുമ്പോൾ എന്തായിരിക്കും ഇത് ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യേണ്ട ഇതില്ല. കാരണം പ്രേക്ഷകർ അത് കണ്ട് മടുത്തു. വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു ടൈലൻറ്റിൻ്റെ ഒരാവശ്യമില്ല. പിന്നെ ട്രോളന്മാർക്കിടയിൽ
ഡെത്ത് സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ എന്നൊക്കെ നമ്മൾ അത് തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഡെത്ത് സ്റ്റാർ എന്നുള്ളൊരു പദവി മലയാളത്തിൽ വേറൊരു നടനായിരുന്നു. അദ്ദേഹം ബാറ്റൺ വേറൊരു നടന് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അതാണ് തോന്നിയത്. പിന്നെ ജസ്റ്റ് ഒരു ഫ്രോണ്ട് ടൈം വാച്ചബിൾ അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രതീക്ഷിച്ച ഹൈപ്പിനൊത്ത് ചിത്രമുണ്ട് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം എന്ന് തന്നെയാണ് മിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ തന്നെ വന്ന് കാണാനായി ശ്രമിക്കുക.